ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സുഖിയനാണ്, എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൻ്റെ ഉള്ളിൽ ചെറുപയറും നാളികേരവും ശർക്കരയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നാട്ടിലൊക്കെ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ നമുക്ക് വേണ്ടത്ര മധുരം അതിലുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ കുറച്ച് മധുരപ്രിയരായത് കാരണം കുറച്ച് കൂടുതൽ മധുരം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ചെറുപയറാണ്. അപ്പോൾ ഇത്രയും ചെറുപയർ ഞാൻ എടുക്കുന്നില്ല, ഇത് ഞാൻ കറി വെക്കാനുള്ള ചെറുപയറും കൂടെ ഇതിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 2 വിസിലടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചത് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചുള്ളൂ. അതായത് നമ്മൾ ഇട്ട പയറിൻ്റെ ഒപ്പം വെള്ളം നിർത്തിയിട്ടില്ല, ഒരു ഹാഫ് ഭാഗം വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, അത്രേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിന്ന് ഞാൻ സുഖിയനുള്ളത് ഞാൻ വേറെ മാറ്റി വെക്കും. ഇതെല്ലാം കൂടെ സുഖിയന് ഞാൻ എടുക്കുന്നില്ല, ഞാൻ കറി വെക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ചെറുപയർ എടുത്തത്. അപ്പോൾ വിചാരിച്ചെന്ന ഒരു സുഖിയനും കൂടെ ഉണ്ടാക്കി നോക്കാം എന്നുള്ളൊരു പ്ലാനിൽ കുറച്ച് കൂടുതൽ ഇട്ടതാണ്. അപ്പോൾ ഇതിന്ന് സുഖിയനുള്ളത് മാത്രം ഞാൻ കുറച്ച് മാറ്റി വെക്കും. അപ്പോൾ നമുക്കിനി ബാറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ ബാറ്ററിന് വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂൺ കടലപ്പൊടിയും 2 സ്പൂൺ മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. കാരണം ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്വീറ്റാണ്, അപ്പോൾ അതിൽ ഉപ്പിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ അത് ഒരു ടേസ്റ്റ് നന്നാവില്ല. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഒരു പിഞ്ച് ഉപ്പ്, ആ മാവിൻ്റെയൊക്കെ ഒരു പച്ചച്ചോയ മാറി കിട്ടാൻ വേണ്ടിയിട്ട്, അതിനൊരു ചെറിയൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക, എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പിന്നെയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. എന്നിട്ട് എത്ര വെള്ളം വേണ്ടി വന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരുപാട് വെള്ളം അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒന്നിച്ച് ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കിയെടുക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ്. ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മാവ് പരുവാക്കിയെടുക്കാം. അപ്പോൾ ദാ എൻ്റെ മാവ് ഏകദേശം ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ മതി എന്നുള്ള ഒരു ഇതിലാണ്. ഇനി വേണമെങ്കിൽ ഒരു സ്പൂൺ വെള്ളം കൂടെ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട, ഈ ഒരു കട്ടി നമുക്ക് വേണം, എന്നാലേ നമുക്ക് ആ ബോൾ പോലെ ആക്കി വെച്ചിട്ട് അത് മുക്കി എടുത്ത് ഫ്രൈ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കൺസിസ്റ്റൻസി ഇപ്പം ഇങ്ങനെയാണ്. ഞാനിനി ഒരുപാട് വെള്ളം ഒഴിച്ച് ഇതിനെ നീട്ടുന്നില്ല. അപ്പോൾ ഇത് നമുക്കൊരു ഭാഗത്ത് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം ഞാൻ ശർക്കര എടുത്തത് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കരേൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പം അതിലേക്ക് ഞാൻ ഒരു 4 ഏലക്കായ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചതയ്ക്കുന്നൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്, പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ശർക്കര അരിച്ചെടുക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഫിൽറ്റർ ചെയ്ത് മാറ്റുകയും ചെയ്യാം. അപ്പം ഇത് സുഖിയനിൽ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സുഖിയൻ ആസ്വദിച്ച് കഴിക്കുന്ന ആ ഒരു നമ്മുടെ ആസ്വാദനം നഷ്ടപ്പെട്ടു പോകും. എനിക്ക് അതിൻ്റെ ടേസ്റ്റിനോട് ഒരു താല്പര്യക്കുറവുണ്ട്. ഫ്ലേവർ വേണേനും എന്നാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് വേണ്ടേനും. അപ്പം അങ്ങനത്തെ ഒരു ഇതായത് കാരണം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ശർക്കര ഉരുക്കുമ്പോൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഫ്ലേവർ ഫുള്ള് ഈ ശർക്കരയിലേക്ക് പിടിക്കും ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത്. എന്നിട്ട് നമുക്കിത് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ശർക്കര റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറുപയറിൽ ഞാൻ ഒരു പിടി നാളികേരം ഇടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം.
അപ്പോൾ ഇതാണ് എൻ്റെ കുക്ക് ചെയ്ത് വെച്ച ചെറുപയർ. ഇത് ഞാൻ 1 ഗ്ലാസ് ചെറുപയർ അതിൽ നിന്ന് അളന്നെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 പിടി നാളികേരം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. ശർക്കര പാനി ഇപ്പോൾ നല്ല ചൂടാണ്. ഈ ചൂടാറുന്ന സമയത്ത് ഇതൊന്ന് കട്ടിയാവും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ഉരുട്ടിയെടുത്താലേ പിടിച്ചാൽ നമുക്ക് കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യും. തണുത്തതിന് ശേഷം നമുക്കത് ബോളാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചെറുപയറൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി, പെട്ടെന്ന് ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ചൂടുണ്ട്, അത് കാരണം ഇത് ബോളാക്കാൻ നമുക്ക് കഴിയില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ബോളാക്കിയെടുക്കാം. പിന്നെ നമുക്കിപ്പോൾ ഇതിൽ ശർക്കരേൻ്റെ വെള്ളം കൂടിപ്പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളത് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളിതൊന്നും കൂടെ ഹീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ശർക്കര കുറുകിയിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ബോളുകൾ ഇങ്ങനെയാണുള്ളത്. ഞാനിതിനൊക്കെ ബോളാക്കി വെച്ചാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി 2 ഫ്രൈ ചെയ്തു കേട്ടോ. അതാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണുന്നത്, ആ ശർക്കരയുടെ പാട പോലെ നിൽക്കുന്നത് ശർക്കരയുടെ വെള്ളമാണ്. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഞാൻ ബോളാക്കി വെച്ചത് മാവിൽ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ എണ്ണയിലേക്ക് എടുത്തിട്ടതാണ്. അപ്പോൾ ഞാൻ ഡിപ്പ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, എനിക്ക് കിട്ടിയില്ല, ഞാനത് ഓർത്തില്ല. ഞാൻ ഇട്ടതിന് ശേഷമൊക്കെയാണ്, ലാസ്റ്റാണ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് ഡിപ്പ് ചെയ്യുന്നത് ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഡിപ്പ് ചെയ്തു, എണ്ണയിലേക്ക് ഇട്ടു. ഇനി 2 സൈഡും മറിച്ചിട്ട് കൊടുക്കണം. അന്ന് 2 സൈഡും കുക്കാവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആ മാവിന് വരണം, അപ്പോഴാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ എൻ്റെ സുഖിയനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് റൗണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെത് റെഡിയായി, നമുക്ക് കഴിച്ചു നോക്കാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ആ മുരിഞ്ഞ ഭാഗങ്ങളാണ് അതൊക്കെ. ആ ഭാഗങ്ങൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, കാരണം അത് എണ്ണയിൽ ആ ശർക്കര മുരിഞ്ഞ് വന്നതാണ്. അപ്പോൾ എൻ്റെ സുഖിയൻ ഇതാ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരെയും ഞാൻ കൊതിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ
വിചാരിക്കുന്നു. ഓക്കെ, ബായ്.